ഹലോ ഗൈസ്, എന്തെല്ലാ സുഖമാണോ? അപ്പം ഞാനിത് നാട്ടിനടുത്തൊരു വ്ളോഗായിരുന്നു കേട്ടോ. ഞാൻ എപ്പോഴും നാട്ടിൽ തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ഉപ്പാൻ്റെ വീട്ടിൽ വന്നിരുന്നു. അപ്പോൾ ഉമ്മാൻ്റെ വീട്ടിലേക്ക് ഇനി ഞങ്ങൾ നേരെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടുന്ന് ഞാൻ ഉപ്പാൻ്റെ വീട്ടിൽ പോയി. ഉപ്പാൻ്റെ വീട്ടിൽ കുറച്ച് നേരം കറങ്ങി ഇങ്ങനെ കളിക്കുന്നൊരു വ്ളോഗാണ്. പിന്നെ അവിടെ ഉണ്ടായ ഒരു മെയിൻ വിശേഷങ്ങളൊക്കെ ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് വ്ളോഗറൊക്കെ ഒന്ന് മാറുന്നുണ്ട്, അത് നിങ്ങൾ ക്ഷമിക്കുക. ആൻഡ് ഇതാണ് എൻ്റെ ഉപ്പാൻ്റെ വീട്. ആൻഡ് ഇവിടെ എന്ന് പറയുമ്പോൾ കുറേ താറാക്കളൊക്കെ ഉണ്ട്. പിന്നെ ഒരുപാട് പിള്ളേരാണ് കേട്ടോ. ഇത് എൻ്റെ ഉപ്പാൻ്റെ അനിയത്തിൻ്റെ മോളാണ്. പിന്നെ ഈ ചങ്ങായിക്ക് ഞാൻ ഈ ചങ്ങായിനെ എന്ത് വിളിച്ചാലും പ്രശ്നമാണ്. ഇതിപ്പോൾ ഞാൻ ചങ്ങായിനെ ബ്രോ എന്ന് വിളിച്ചതാണ്, അതും എനിക്ക് പ്രശ്നമായി. എന്തൊക്കെയുണ്ട് എൻ്റെ വിശേഷം? സുഖമാണോ? ഞാൻ വീഡിയോയിൽ ഇടട്ടെ. ഞങ്ങൾ വന്ന വിവരം അറിഞ്ഞിട്ട് എല്ലാവരും വന്നിട്ടുണ്ടായിട്ട്. അതുപോലെ തന്നെ കുട്ടികൾ ഭയങ്കര കളിയും. ഓലിങ്ങനെ മുറ്റത്തുള്ളൂ പറഞ്ഞ് കളിച്ചതുകൊണ്ട് അവിടെ ഗിൽസ് കൂട്ടിയിട്ടൊക്കെ ഉണ്ടാ. പിന്നെ ഇത് എൻ്റെ ഇപ്പം നട്ട മാങ്ങയാണ് ഗൈസ്. എൻ്റെ ഇപ്പം വന്നാൽ എന്നെ കൊല്ലും ഗൈസ്. എൻ്റെ ഇപ്പം നട്ട മാങ്ങ മരമാണെങ്കിലും അതിന് മാങ്ങ എടുക്കാനുള്ള അവകാശം എൻ്റെ ഇപ്പപ്പാക്കാണ് കേട്ടോ. പിന്നെ അതുകൂടാതെ തന്നെ എൻ്റെ ഇപ്പപ്പ എന്നെ വിളിച്ചു. അങ്ങനെ വീട്ടിൻ്റെ ബാക്കിലൊരു തൊടു ഉണ്ടായിരുന്നു. ആ തൊടുക്ക് പോയിക്കാണ്ട് അവിടെ ബട്ടറിൻ്റെ മരവും പിന്നെ അങ്ങനത്തെ ഒരു ഫ്രൂട്ട് ഉണ്ടല്ലോ, മുട്ടപ്പഴം, ഓക്കെ, അതിൻ്റെ മരവും അതിൽ കായ്ച്ചക്കണതൊക്കെ കാണിച്ചു തന്നു. പിന്നെ എൻ്റെ ആ ഒരു നെറ്റിമ്മിലൊരു പൊട്ടുപോലെ ഒരു സംഭവങ്ങൾ കണ്ട കൊതുകാണ് കേട്ടോ. ആ കൊതുകിന് ഞാൻ ഇത്രയും നേരമായിട്ട് ശ്രദ്ധിച്ചിട്ടില്ല പറയുമ്പോൾ വലിയ കാര്യമാണ്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് നാട്ടിലെ വിശേഷങ്ങൾ. ഇതോടുന്ന പിന്നെ ഞങ്ങൾ ഉപ്പാൻ്റെ വീട്ടിൽ നിന്ന് ഉമ്മാൻ്റെ വീട്ടിലോട്ട് പോയി. അപ്പോൾ അവിടുത്തെ ഒരു വ്ളോഗാണ് കേട്ടോ ഇത്. സംഭവം എന്ന് പറഞ്ഞാൽ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള വ്ളോഗാണ്. അപ്പോൾ ഇവിടെ മൊത്തത്തിൽ കലാശക്കൊട്ടായിരുന്നു. കാരണം പിള്ളേരൊക്കെ ഭയങ്കര ഒച്ചപ്പാടും കളിയും ഒക്കെ ആയിരുന്നു. ഞാനൊന്ന് ഫ്രഷൊക്കെ ആയി വന്നിട്ട് ഞാൻ നിൽക്കുകയാണ് കേട്ടോ ഇവിടെ. അപ്പോൾ ഞങ്ങൾ ഇന്ന് രാവിലെ നടക്കാൻ വേണ്ടിയിട്ട് പോയി എല്ലാ പെരയിൽ നിന്നും മാങ്ങ പറിച്ച് വന്ന്. പിന്നെ ഇവിടെ നൂൽപുട്ടും തേങ്ങാപ്പാലും ഒക്കെ ആയിരുന്നു. ഉമ്മമ്മ തേങ്ങാപ്പാലൊക്കെ റെഡിയാക്കി വെച്ചു. പിന്നെ ഉച്ചയ്ക്ക് ഒരു കോംബോ എന്ന് പറയുന്നത് ചക്കക്കൂട്ടാനായി പച്ചച്ചക്കൻ്റെ കൂട്ടാനും ചക്കപ്പുഴുക്കും അങ്ങനത്തെ പറയില്ലേ, അതും ബിരിയാണി ആയിരുന്നു കേട്ടോ. ആ കോംബോ എന്താണെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല, ബട്ട് ഇറ്റ്സ് ഗുഡ് ഗായ്സ്. അപ്പോൾ ഇതാണ് കേട്ടോ ബിരിയാണി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു മലപ്പുറം സ്റ്റൈൽ ബിരിയാണി ഞാൻ കഴിച്ചിട്ട് കുറേ നാളായി. ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു ടേസ്റ്റിൽ. അപ്പം നേരത്തെ ഞാൻ ഫ്രഷ് ആയിട്ടില്ല. ഞാൻ ഫ്രഷൊക്കെ ആയി കഴിഞ്ഞ് വന്നതിൻ്റെ ശേഷം ഇവിടെ ഒരു യുദ്ധക്കളമായിരുന്നു ഞാൻ കാണുന്നുണ്ടായിരുന്നത്. ഇവരെ കുട്ടികളൊക്കെ അടിച്ച് പിരിഞ്ഞ് വേറെ ടീമൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ മുറിച്ചിട്ടേക്കണേ. ഞാൻ ഇവനെ കൂട്ടുപിടിച്ചിരിക്കണേ. നമ്മൾ ഇവരൊക്കെ തിന്നു കഴിഞ്ഞിട്ട് ഞങ്ങളെന്താക്കും, ഞങ്ങൾ പച്ചമാങ്ങ എടുക്കും. ഞങ്ങൾ പച്ചമാങ്ങയായിട്ട് ഇടിച്ച് മാങ്ങ ഇതാക്കും. പിന്നെ ചാമ്പക്ക ഉപ്പുമുളക് ഇതാക്കി തിന്നും. പിന്നെ ജാതിക്ക ഉപ്പിലിട്ടുണ്ട്. പിന്നെന്തല്ലേ പിന്നെ ഇവിടെ ചക്കയുണ്ട്, പച്ച ചക്ക. ഇത് വെക്കുന്നുണ്ട് ഗൈസ്. രാവിലെ അടിച്ചില്ലേ ഞാൻ അപ്പോഴാണ് ഓർമ്മ മുന്നേ അടിച്ച കാര്യം. ഇവിടെ മുറ്റം എൻ്റെ അമ്മച്ചി മുറ്റൊക്കെ ഇവിടെ അടിച്ചേരി വൃത്തിയാക്കണം. ഇന്നലെ ഞാൻ അതിന് അടിച്ചേരിൻ്റെ കേട്ടോ. അപ്പം അതുകൊണ്ട് നല്ല വൃത്തി അപ്പം തന്നെ ഉണ്ട്. പിന്നെ അമ്മച്ചി ഇപ്പം മേലോടെ ജസ്റ്റ് അടിച്ചേരിട്ടുള്ളൂ. പിന്നെ ഇന്നലെ ഞാൻ പോയിക്കാണ്ട് ഞങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് പോയി. മോർണിംഗ് വാക്കിന് വെറുതെ തമാശ, അതൊക്കെയുള്ള ഒരു രസം. അപ്പോൾ അങ്ങനെ നടക്കാൻ പോയി. അവിടെ ആയിക്കൂടെ പോണ ആ സമയത്ത് ഒരു പെരയിൽ നിന്നുണ്ടാക്കി പച്ചമാങ്ങ എടുത്തു കൊണ്ടുവന്നു. മിനിയേച്ചർ മാങ്ങയാണ് അങ്ങനെ എന്തൊക്കെ പറഞ്ഞ്, മരത്തു നിന്നുള്ള മാങ്ങയാണ് പറഞ്ഞ് ഞങ്ങൾ കുറേ വാക്കറിഞ്ഞ്. ഇന്ന് ഈ കുട്ടികൾ കുറേ പോയി എടുത്തേക്കണം. അപ്പോൾ ആ മാങ്ങിയിട്ടാണ് ഇവിടെ എല്ലാവരും കൊസി അടിച്ചിട്ടുണ്ട്.
എനിക്ക് കിട്ടൂല. എനിക്ക് അതിൻ്റെ ഉള്ളിൽ ആ കൂട്ടത്തിൽ ഓരോരുത്തരും സ്ട്രോങ് ആയിട്ടുള്ളൊരു ഗ്രൂപ്പാണ്. ഇവിടെ ഒരു കുട്ടീൻ്റെ ഇതാ ഈ കുട്ടിയും ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അടുത്ത് വരും, എന്നാലും ആ ഗ്രൂപ്പൊക്കെ പോവും. മെയിൻ ആ ഗ്രൂപ്പാണ് ഇതിൽ. ഞാനും ഈ ചങ്ങായും വേറൊരു ഗ്രൂപ്പ്. ഇതൊക്കെയല്ലേ ഒരു രസം. എന്ത് സംഭവം? പക്ഷേ ആ ഗ്രൂപ്പാണ് പോയിക്കോ. വരാൻ പോകണമെന്ന് പറഞ്ഞ് കുറേ ബിൽഡപ്പ് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് എന്തെങ്കിലും ആവോ. ഈ മെല്ലെ പപ്പാൻ്റെ റൂമിൽ കയറാൻ കട്ടെടുക്കാൻ വന്നില്ല. ഈ വീട്ടിൽ ഉപ്പപ്പാൻ്റെ റൂമിൽ കയറാൻ ആർക്കും അനുവാദമില്ല. അപ്പോൾ ഉപ്പപ്പ പുറത്ത് പോയ സമയം നോക്കിയിട്ട് ഞാൻ റൂമിൽ കയറിയിട്ട് ഉപ്പപ്പാൻ്റെ ലോഷനും ബാമും ഒക്കെ എടുത്ത് ഞാൻ തേച്ചിട്ടുണ്ട് കേട്ടോ. ഇനി വരുമ്പോൾ അറിയാൻ വേണ്ടി ചാൻസ് കുറവാണ്. ഇപ്പം അറിഞ്ഞാൽ മൂത്ത പേരക്കുട്ടി ആയതുകൊണ്ടൊന്നും പറയത്തില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. കാരണം ആരും കാണാണ്ട് മെല്ലെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ കയറി വന്നതാണ്. അപ്പോൾ ഇവിടെയുള്ള ഓരോ ലോഷനായാലും ഓരോ മുട്ടായി, ഈ റൂമിൽ കുറേ മുട്ടായികളുണ്ട് ഗൈസ്. കാരണം മെലഡി ആയാലും മറ്റേതായാലും മറിച്ചേതായാലും എനിക്കായിട്ട് ഈ റൂമിലാണ് കേട്ടോ കുറേ മുട്ടായികളുള്ളത്. അപ്പം അതും മെല്ലെ എടുത്തുക്കണേ. പിന്നെ ഇവിടെ ഒരു അലമാരയുണ്ട്, ആ ഒരു പൂക്കളൊക്കെ കണ്ടില്ല, അത് പണ്ടൊക്കത്തെ അലമാരയാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് ഓക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പം മെമ്മറീസ് ആണല്ലോ അതൊക്കെ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഉപ്പുമുളക് കൂട്ടി, ഞങ്ങളെ ടീം ഉപ്പുമുളക് കൂട്ടി അതൊക്കെ തിന്നാൻ വേണ്ടിയിട്ട് വന്നു ഗൈസ്. ഇത് വെള്ളം ഒഴിച്ചതാ, വെള്ളം ഒഴിച്ചിട്ടാണ് ഡേ 2 ഓഫ് ഈറ്റിംഗ് മുളക് പൊടി. ഇവിടെ വന്നതിന് ശേഷം മൊത്തം മുളക് പൊടിയും മാങ്ങയൊക്കെ ആയിട്ട് ഇങ്ങനെ തിന്നാൻ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇടിച്ച് മാങ്ങ ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഇവിടെ എന്താണ് സംഭവം, ഞങ്ങൾ രണ്ടാളും വേറെ ടീമായിട്ടാണല്ലോ ഉള്ളത്. അപ്പോൾ ഓനെ പെരയിൽ നിന്ന് എന്ത് ചെയ്തിരുന്നു, ചാമ്പക്ക ഉപ്പും മുളകും സുറുക്കൊക്കെ ഇട്ടുകാണ്ട് വന്നിരുന്നു. അപ്പോൾ അതിൽ പിന്നെ ഞങ്ങൾ എന്താക്കി, ഞങ്ങളെ കയ്യിലുള്ള മാങ്ങ ഇടിച്ചു മാങ്ങ എന്നാണ് ഞങ്ങൾ പറയൽ. കുറേ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതുപോലെ ആക്കിയിട്ട് കവറിലൊക്കെ ആക്കി റെഡിയാക്കിയിട്ട് അങ്ങനെ തിന്നു കേട്ടോ. നല്ല എരിവുണ്ടായിരുന്നു. ഇത് എന്താണ് ഞങ്ങൾ ടെറസിൻ്റെ അങ്ങോട്ട് പോയിട്ടാണ് കേട്ടോ ഞങ്ങൾ ഇത് തിന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് തിന്നുന്ന ഇടയ്ക്ക് ചെക്കന് ഓടിപ്പോയതാണ്. പിന്നെ അതിൻ്റെ ശേഷം ചെക്കൻ ഈ വയലോട്ട് കണ്ടിട്ടില്ല. ഞാൻ ജസ്റ്റ് മൊത്തത്തിൽ കത്തിപ്പോയോന്ന്. പിന്നെ എന്താണ് ഓന് എഴുന്നിട്ട് വെള്ളം കുടിക്കാൻ പോയതേനു. പിന്നെ ആ വഴി പോയി ഓന് ഫോണിൽ കളി അങ്ങനെ പോയതേനു കേട്ടോ. അപ്പോൾ ഇവിടെ ഫ്രീ ഫയർ ആണ് ഇവിടെ മെയിനായിട്ടുള്ള ഒരു ഐറ്റം എന്ന് പറയുന്നത്. സാധാരണ ഇതൊക്കെ കല്ലുമ്മ വെച്ചിട്ട് അങ്ങനെ അടിക്കുകയാണ് വേണ്ടത്. പക്ഷെ മറ്റേ ടീം വന്നുകാണ്ട് ഉള്ള എന്താണ് കവറ് മൊത്തം കൊണ്ടേക്കണം ഓൽക്ക് മാങ്ങടിച്ചുണ്ടാക്കാൻ. അപ്പം ഞങ്ങൾക്ക് ആകെ ഒരു കവറേ കിട്ടിയിട്ടുള്ളൂ. പക്ഷെ നമ്മളങ്ങനെ വിട്ട് കൊടുക്കാൻ പറ്റുമോ? ഞങ്ങളിങ്ങനെ ആക്കി കാണും, നല്ലോണം മസാലയൊക്കെ പുരട്ടിയാണ് നല്ലൊരു പിടി പിടിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ മനുഷ്യന് തൊണ്ടിയിലൊക്കെ മൊത്തത്തിൽ പുണ്ണാണ് കേട്ടോ. എന്നിട്ടും ഈ തിന്നണേനൊരു കുറവുമില്ല. ഇതൊക്കെ കാണുമ്പോൾ വായിലിങ്ങനെ വെള്ളം ഊറുക. കാരണം എത്ര തിന്നണത്, എന്നിട്ടും ഒരു കുറവുമില്ല തൊണ്ടയ്ക്ക്. മിക്കവാറും തൊണ്ടൊക്കെ പുണ്ണ് വന്ന് മൊത്തത്തിൽ ഇല്ലാണ്ടാവുമെന്ന് തോന്നുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ഈ ഓരോരോ അവസ്ഥ കണ്ടിട്ട്. പിന്നെ ഇത് ഇവിടെ കറങ്ങി നടക്കണം പൂച്ചയാണല്ലോ. ഇങ്ങനെ ഈ പെരിയിലും മറ്റേ പെരിയിലൊക്കെ ആയിട്ട് ഇങ്ങനെ ഉണ്ടാവുമല്ലോ ഈ പൂച്ച. നമ്മളെ കുടുംബക്കാരനെ പോലെ തന്നെയാണ്. എന്തോ ടുട്ടോ അങ്ങനെ എന്തോ പേരൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ, ഞാൻ മറന്നുപോയി. ആ പൂച്ചനെ ഞാൻ അങ്ങനെ മൈൻഡാക്കിയിട്ടില്ലേ. കാരണം എനിക്ക് ചെറുതായിട്ട് കാറ്റോഫോബിയ ഉണ്ട്, പൂച്ചനെ പേടി. പിന്നെ ഇവിടുത്തെ ഫ്ലൈങ് ഡക്കാണ് കേട്ടത്. ഇറ്റങ്ങളെ സൗണ്ട് പഠിച്ചോനെ കേട്ട് മതിയായി. നമ്മളെ പോപ്പിൻ്റെ അത്രയും ഇല്ല ഇവര്. അല്ല, പോപ്പിനും കാട്ടി കൂടുതലാണ് ഇവരെ സൗണ്ട് എന്ന് ഞാൻ ഉദ്ദേശിച്ചത്. ഹലോ വേറൊരു കാര്യം എന്ന് പറയുന്നത്, എൻ്റെ അമ്മ ഒരു അടുപേരിലാണ് കാണിച്ചത് ഞാൻ. അപ്പം എൻ്റെ അമ്മമ്മ എന്ന് പറയുന്ന ഒരു ഭയങ്കര ഈ കൃഷിപ്പിരാന്തുള്ള ഒരാളാണ്. അപ്പം ഇവിടെ കണ്ടോളൂ ബ്രിഞ്ചലുണ്ട്, വൈറ്റ് ബ്രിഞ്ചലാണ്.
ബ്രിഞ്ചിൽ പിന്നെ പേർപ്പിൾ ആവുമോ അറിയില്ല. ഇവിടെ 2 എണ്ണം ബ്രിഞ്ചലുണ്ട്. പിന്നെ അത് കൂടാതെ തന്നെ ഇവിടെ എന്തുണ്ട്, നാരങ്ങൻ്റെതൊക്കെ ഉണ്ട്. പിന്നെ അവിടെ കുറേ ഉണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു. അവിടെ കുറേ തേങ്ങ ഇട്ടേക്കണേ. അപ്പോൾ അങ്ങനെ തേങ്ങ ഉണ്ടെങ്കിൽ ഇപ്പോൾ ആവുമെന്ന് ഉണങ്ങി വരുമ്പോൾ അത് പോവാനോ എന്നോട്. ഇവിടെ അപ്പം മരുന്നടിക്കണം. ഇത് തക്കാളിയല്ലേ? മരുന്നടിക്കണേ. തക്കാളി പഴുത്ത തക്കാളി നാടൻ മരുന്നാണ്, കുഴപ്പമില്ലാത്ത കെമിക്കൽ ഇല്ലാത്ത മരുന്നാണിത്. ഇവിടെ തക്കാളി ഉണ്ട്. പിന്നെ എന്തൊക്കെയല്ലേ തക്കാളി തക്കാളി കാഴ്ച കാഴ്ചെടുക്കും. തക്കാളി ഇപ്പൊ കുറെ അർത്ഥഞ്ഞപ്പോ ഇവിടെ നിന്നാണ് തക്കാളി എടുക്കല്. പിന്നെ വൈതളം കണ്ടതാ കണ്ടൊക്കെ വൈതളം അല്ല കളർ അതല്ല പയറുകൾ ഇതൊക്കെ ഒന്ന് അറുത്ത് കൊടുക്കണം നമുക്ക് കിട്ടാ. പയറുകളാണ് പോയി കാണുന്നതൊക്കെ. ഇതൊക്കെ ഒന്ന് അറക്കാണ്ട് അതൊക്കെ ഒരു നമ്മളൊരു കൃഷിക്കാരനാണ് അറിയില്ല. ആയിക്കോട്ടെ, കുഴപ്പമില്ല. നല്ലല്ലേ. പിന്നെ എന്തൊക്കെയാണ് മത്തനോ കൊറേയൊക്കെ പറത്തൊന്നൊക്കെ ആയിട്ട് ഇവിടുന്നാണ് നമുക്ക് വെണ്ടയ്ക്കും തക്കാളിയും ഒക്കെ ഇവിടുന്ന് തന്നെ നമ്മൾ എടുക്കലാണ്. ഇതെന്താണ്? കൈപ്പങ്ങ. എന്തൊക്കെയോ അപ്പൊ ഇവിടെ ഉണ്ട് ഗൈസ്. പച്ചക്കറിന്റെ ഐറ്റംസിലൊന്നും ഇല്ലാത്ത ഇവിടെ ഇല്ല. എന്താണ് കുറവുള്ളതെന്ന് പറഞ്ഞു. ഇതെന്തോ മറ്റേ വെജിറ്റബിൾസിനൊക്കെ ഇടണേ ഒരു ഐറ്റംസ് ഉണ്ട് ഇവിടെ. പിന്നെ ഇവിടെ മറ്റേതുണ്ട്, സപ്പോട്ട. ഇവിടെയൊക്കെ സോളാർ ലൈറ്റ് ഒക്കെ വെച്ച് കയറി. എൻ്റെ കാക്കാൻ്റെ പേര ഞാൻ ഇവിടുത്തെ വീഡിയോ. നാരങ്ങ അടിക്കണം ഫുഡായിട്ട്. നാരങ്ങ ഫുഡോ? ഇത് ഉമ്മാൻ്റെ കാക്ക. ടൈമിലൊന്ന് ഉറുമ്പൊക്കെ ഉണ്ടല്ലേ. പിന്നെ പഴയ മറ്റേത് കാവുത്ത് എന്നറിയില്ല, എന്താ ഇതിന് പറയല്? നിങ്ങളെ നാട്ടിൽ എന്താ പറയല്? ചാമ്പക്ക. അത് മേലാണ്ട് കായ്ച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, കൂട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടാ. നാരങ്ങല്ലത്? ഇതാണ് ഞാൻ പറഞ്ഞത്. നാരങ്ങാണ് ഇത്. ഏത് നാരങ്ങയാണ്? ഇതിന്റെ പേരെന്താ? അതണ്ട ഒക്കെ കൊണ്ടിട്ടത് കായ്ച്ചോണം. ഇതെന്ത് നാരങ്ങയാണ്? ഇത് പിന്നെ മരുന്നാണ്. ഇതെന്താണ് മരുന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ? കുരുമുളകും ഉണ്ട്. അത് മറ്റേ കുരുമുളക്. ഏത് അറിയോ? എന്ത് കുരുമുളക്? അതിന്റെ പേരെന്താ? ഞാൻ അതൊരു വീഡിയോയില് കണ്ടുകണ് കേട്ടോ. ആ ഒരു കുരുമുളക്, ഇങ്ങനെയുള്ള കുരുമുളക്. കഞ്ഞിക്കൂർക്ക ചപ്പാണ് വലിയാണ് കേസ്. അത് കേട്ടിക്കണ ഞങ്ങൾ ആ പേരൊക്കെ. ഇത് എൻ്റെ അമ്മാൻ്റെയും ഒരിക്കാക്കാൻ്റെയും ഒക്കെ പഴയ ഡ്രോയിങ്സ് ആണ്. മെമ്മോറിയൽ ആക്കിയിട്ടുള്ള മോണുമെൻറ്റ്സ് പോലെ നമുക്ക് കീപ്പ് ചെയ്യാം കേട്ടോ. എന്തൊക്കെയോ ഉണ്ട് ഇവിടെ. പിന്നെ അവിടെ രാക്ഷസനെ വരച്ചത് ഇത് കളർ പോലെ വരച്ച എൻ്റെ പണിയാണ്. ഞാനൊരു തല വരക്കാൻ നോക്കിയതാണ്. പിന്നെ അതിൻ്റെ ഡ്രോയിങ്സ് കാണിച്ചു തരാം. അതിൻ്റെ ഡ്രോയിങ്സാണ്. ഇതല്ല, ഇതുണ്ട്. പിന്നെ ഇതിൻ്റെ വേറെ ഡ്രോയിങ്സ് അതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. ഇത് വേറെയാണ്, അത് ഞാൻ വരച്ച. അപ്പോൾ ഇവിടെ കുറേ അടക്ക ഉണ്ടാവും കേട്ടോ ഈ തൊടുവിൽ. അപ്പോൾ ഈ തൊടുവിന്ന് കുറേ അടക്ക പണ്ട് മുതലേ ഈ ഒരു അടുക്കളൊക്കെ ഞങ്ങൾ പെറുക്കി കവറിലാക്കും. ആ പെറുക്കി കവറിലാക്കിയ അടക്ക ഇപ്പം വിൽക്കാൻ പോകും. എന്നിട്ട് വിൽക്കാൻ പോയ അടക്കേൻ്റെ മെയിൻ ഷെയർ എൻ്റെ ഇപ്പം എടുക്കും. പിന്നെ അതിൽ 50 റുപ്യയോ 10 റുപ്യയോ ഒക്കെ ആയിട്ട് ഞങ്ങൾക്കും കിട്ടുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ അവിടെ അടക്ക ഉണ്ടാവും, പക്ഷെ ഇപ്പോൾ പിടുത്തിച്ചില്ല. പിന്നെ തേങ്ങയൊക്കെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇങ്ങനെ ഇടേനു. എൻ്റെ അനിയത്തിയാക്കൊക്കെ ഇപ്പോൾ അതാണ് പണി. ആൻഡ് ഇവിടെ അടുക്കളയിൽ ഞങ്ങളൊക്കെ വന്നതല്ല, അപ്പം അതിൻ്റെ ഒരു ബിരിയാണി മേക്കിംഗ് പരിപാടിയാണ്. അയൽവാസി താത്ത കാണുന്നുണ്ടാവും. ഇതാണ്
കുഞ്ഞോളം കുത്തുവോ? കുഞ്ഞോളെ കുത്തുവോ? കുഞ്ഞോളെ കുറ്റടി. ടാറ്റാ ടാറ്റാ. എല്ലാം വടക്ക് പിള്ളേർ. അപ്പം അങ്ങോട്ട് പാ. കൈ പിടിച്ചു. കൈമിലും മൊത്തം കൈമിലും വള്ളമിലും ഒക്കെ പെന്നിയിട്ട് വെച്ചിട്ട് സ്വന്തം പേരെയും അവളെ കാക്ക എഴുതാൻ പഠിപ്പിച്ചു കൊടുത്താണ്. ആ മാങ്ങ അടിച്ചിട്ട് കണ്ടില്ല ആ ചങ്ങായി. എന്തായാലേ ആ ചങ്ങായി ഉണ്ട്. ചോക്ക് ബോർഡാണല്ലോ ഇത്. ബൈ. ഇത് കണ്ടാത്തല്ലോ. ഇവിടെ ഗാനമേളയാണ്. ഇലൊട്ട സാധനത്തിൻ്റെ ഗാനമേള. പാട് വെച്ചു പാട്ടേ നിമിഷം അടിങ്ങുന്ന ചൂടാണ്. ജാതിക്കുപ്പിലിട്ട് കഴിച്ചു. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ ഭയങ്കര തീറ്റയാണ് ഈ ഒരു ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ ആയിട്ട്. പിന്നെ ഞങ്ങൾ നാട്ടിൽ വന്നാലുള്ള മെയിൻ സംഭവമാണ് കേട്ടോ ഇങ്ങനെ തല വാരുക എന്ന് പറയുന്നത്. ഉമ്മാൻ്റെ അനിയത്തി തല അരച്ച് പെറുക്കി തരും, ഒന്നുമില്ലാണ്ട്. പിന്നെ ഒന്ന് മുടിയൊക്കെ ഒന്ന് കട്ട് ചെയ്യും, അങ്ങനെയൊക്കെ ചെയ്യും. പക്ഷെ എൻ്റെ കയ്യിലൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാനില്ല. എന്താ പറയുക, പേനോ പിന്നെ താരന് നല്ലോണം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്താ പറയുക, പേനൊന്നുമില്ല. പിന്നെ ഇത് എൻ്റെ ഉമ്മാൻ്റെ അനിയത്തി ഉപയോഗിക്കുന്ന ഒരു ഫേസ് വാഷ് ആണല്ലോ, നല്ല സംഭവമാണ്. എന്താണ് ഫേസിൽ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ പോകുന്നുണ്ട് പറഞ്ഞു. ഞാനും 2-3 പ്രാവശ്യം ഉപയോഗിച്ച് നോക്കി. ഞാൻ വേണമെങ്കിൽ ടാഗ് ചെയ്യാം കേട്ടോ. ആൻഡ് അതൊക്കെ കഴിഞ്ഞ് ഇവിടെ ഒരു കിളിക്കൂട് വീണ് കിടക്കുന്നുണ്ട് ഗൈസ്, 2 എണ്ണം ഒരുമിച്ച്. ഇപ്പോഴത്തെ കിളികളൊന്നും നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, കമ്പിയൊക്കെ വെച്ചിട്ടാണ് കിളിക്കൂട് ഉണ്ടാക്കുന്നത്. അതും ഈ കിളിക്കൂടൊക്കെ എങ്ങനെയാണ് ഇങ്ങോട്ട് വീണത് എന്ന് എനിക്കറിയില്ല കേട്ടോ. തെങ്ങിൻ്റെ മുകളിൽ വീണതായിരിക്കും. ഞാൻ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടോ, പക്ഷെ കഴിഞ്ഞില്ല. 2ഉം കൂടെ കൂട്ടിമുട്ടിയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും ഈ കിളികളുടെ കഴിവൊക്കെ. അപ്പം എന്താണ് ഞാൻ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടു, എന്നാലും പക്ഷെ അവിടെ താറാവുകൾ വെള്ളമാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആ വെള്ളത്തിൽ ഇതായതുകൊണ്ട് ഞാൻ പിന്നെ ഒന്നും നോക്കാനോ എടുക്കാനോ ഒന്നും പോയിട്ടുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ അഥവാ ആരെങ്കിലും കിളികളോ അങ്ങനെ വന്ന് എടുത്ത് അങ്ങനെ എന്തെങ്കിലും മാജിക് എന്തെങ്കിലും നടന്നാലോ. അപ്പോൾ പിന്നെ ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ, പിന്നെ ഞാൻ പറഞ്ഞല്ലോ മുടി വെട്ടുകയാണെന്ന്. ഇതാണ് ഗൈസ് അവസ്ഥ, മുടി വെട്ടി മൊത്തത്തെ കൊളാക്കി വെച്ചിരിക്കണേ കേട്ടാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാട്ടിൽ നടന്ന ഓരോരോ വിശേഷങ്ങളും ഓരോന്നും ഞാൻ അങ്ങനെ കാണിക്കുകയാണ്. ഈ ഒരു കാര്യങ്ങളൊക്കെ ക്യാമറ ക്വാളിറ്റി കുറവുള്ളതുകൊണ്ട് കുറച്ച് ഇതായിരിക്കും. എനിക്കിതൊക്കെ ഭയങ്കര മോസ്റ്റ് വാല്യുബിൾ ആയിട്ടുള്ള മെമ്മറീസ് ആയിട്ടാണ്. അപ്പോൾ എന്തായാലും പിന്നെ കാണാം. ബൈ ഗായ്സ്.